السلام عليكم ورحمة الله وبركاته. ശബ്ദം കേൾക്കുന്നുണ്ടോ? വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. കേൾക്കാം ഉസ്താദ്, കേൾക്കാം. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൻ നബിയിൽ കരീം. അമ്മാ ബഅദ്. നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി അള്ളാഹുവിൻ്റെ വുജൂദ്, അള്ളാഹുവിൻ്റെ ഉണ്മ, അള്ളാഹു ഉണ്ട് എന്നതിൻ്റെ തെളിവുകൾ നമ്മൾ പറഞ്ഞു. ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ സംവിധാനങ്ങൾ, പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മമായ സൃഷ്ടിപ്പ്, പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളിലും അള്ളാഹു ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സംവിധാനങ്ങളുമെല്ലാം ഇതിനൊരു സൃഷ്ടാവുണ്ട് എന്ന് അറിയിക്കുന്നു. അതിലെ ചില ഖുർആനിൽ അള്ളാഹു പരാമർശിച്ച ചില കാര്യങ്ങൾ, ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹു താല അള്ളാഹുവിൻ്റെ വുജൂദിൻ്റെ സാക്ഷിത്വം എന്ന നിലയിൽ പ്രപഞ്ച വസ്തുക്കളെ ഉദ്ധരിച്ചുകൊണ്ട് ഇത്ര സമഗ്രമായി സൂക്ഷ്മമായി ഇവകളെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്, സൃഷ്ടിച്ചിരിക്കുന്ന അള്ളാഹുവാണ്, മനസ്സിലാക്കണം എന്ന് പറയുന്ന ആയാത്തുകളൊക്കെ ഉദ്ധരിച്ചിരുന്നു. അപ്പൊ പ്രാപഞ്ചിക അവസ്ഥകൾ അള്ളാഹുവിൻ്റെ വുജൂദിന്റെ തെളിവായി അള്ളാഹു ഖുർആനിലുടനീളം എടുത്തു കാണിക്കുന്നുണ്ട്. അതിൽ മനുഷ്യ ശരീരവും മറ്റു സംവിധാനങ്ങളും എല്ലാം. പിന്നെ നമ്മൾ അതിനുശേഷം അള്ളാഹുവിനെ കുറിച്ച് ഖുർആനിൽ അള്ളാഹു താല പറഞ്ഞ വിശേഷണങ്ങൾ, അതിൻ്റെ ആയാത്തുകൾ കുറെ നമ്മൾ എടുത്തിരുന്നു. അതിൻ്റെ നോട്ട് നിങ്ങൾക്ക് തരാൻ കഴിഞ്ഞില്ല, ഞാനത് എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്, ഉടനെ അയച്ചു തരാൻ ഇൻഷാ അല്ലാഹ്. എൻ്റെ ചുരുക്കി എഴുതിയിട്ടുണ്ട്. പിന്നെ ഇന്നും അള്ളാഹുവിൻ്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. സാധാരണ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്ന് നമ്മൾ പറയുന്ന 7 വിശേഷണങ്ങളാണ് പ്രധാനമായും. ഹയാത്ത്, ഇൽമ്, ഖുദ്റത്ത്, ഇറാദത്ത്, സംഅ്, ബസർ, കലാം. ഒന്ന്, അള്ളാഹു ഹയ്യാണ്, ഹയാത്തുള്ളവനാണ്, ജീവനുള്ളവനാണ്. അങ്ങനെ ഒരാൾക്കല്ലേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. സൃഷ്ടിപ്പ് നടത്താനും കാര്യങ്ങൾ നിയന്ത്രിക്കാനും എല്ലാം കഴിയണമെങ്കിൽ ഹയാത്ത് വേണം. അള്ളാഹുവിൻ്റെ ഹയാത്ത് നമ്മളുടെ ഹയാത്ത് പോലെയല്ല, ഏറ്റവും പൂർണ്ണമായ നിലയിൽ, സർവ്വതും അറിയുന്ന നിലയിൽ, അല്ലെ, ശരീരമില്ലാത്ത, സ്ഥലമില്ലാത്ത, സ്ഥാനമില്ലാത്ത അള്ളാഹുവിൻ്റെ ഹയാത്ത്. അള്ളാഹു ഉള്ളവനാണ്, അവൻ ഹയ്യ, ജീവിച്ചിരിക്കുന്നവനാണ്. ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാത്തിനെയും നിലനിർത്തുന്നവനും എന്നാണ് അൽ ഹയ്യുൽ ഖയ്യൂം. രണ്ടാമത്തെ സിഫത്താണ് ഇൽമ്, അറിവുള്ളവനാണ്. അറിവുള്ളവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഈ കാണുന്ന രൂപത്തിൽ വസ്തുക്കളെ അതീവ കൃത്യമായി സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ കഴിയും. അറിവ് അനിവാര്യമാണ്. സർവ്വ ചരാചരങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ഓരോ അവസ്ഥകളെ സംബന്ധിച്ചും ഏറ്റവും സമ്പൂർണമായി അറിയുന്നവനാണ്. അവനെ അലാ യഅലമു മൻ ഖലഖ, സൃഷ്ടിച്ചവൻ അറിയുന്നവനല്ലേ. അപ്പോൾ ഒരു വസ്തുവിനെ സൃഷ്ടിക്കണമെങ്കിൽ അതിനെ അറിയണം. അപ്പോൾ അങ്ങനെ മുഴുവൻ വസ്തുക്കളെയും ശരിയായ രൂപത്തിൽ സമ്പൂർണമായി അറിയുന്നവനാണ് അള്ളാഹു. അതാണ് ഇൽമ, അള്ളാഹു അറിവുള്ളവനാണ്. അപ്പോൾ അള്ളാഹു ഹയാത്തുള്ളവനാണ്, അള്ളാഹു അറിവുള്ളവനാണ്. പിന്നെ അള്ളാഹുവിൻ്റെ മൂന്നാമത്തെ സിഫത്താണ് ഖുദ്റത്ത്, അള്ളാഹുവിൻ്റെ ശക്തി, കഴിവ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, സർവ കാര്യങ്ങൾക്കും കഴിവുള്ളവൻ. സാധ്യമായ കാര്യങ്ങൾ എന്തും സൃഷ്ടിക്കുവാനും ഉള്ളവകളെ ഇല്ലാതാക്കുവാനും ഒക്കെയുള്ള മഹാശക്തിയുള്ളവനാണ് അള്ളാഹു താല, അല്ലെ. അതിനെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ തെളിവുകളെല്ലാം അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ തെളിവുകളാണ്. അള്ളാഹു സർവശക്തനാണ്, അതാണ് ഖുദ്റത്ത് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹയാത്ത്, ഇൽമ്, ഖുദ്റത്ത്,
അടുത്തതാണ് ഇറാദ. അള്ളാഹു വിചാരത്തോടു കൂടിയാണ് സർവ്വതിനെയും ഉണ്ടാക്കിയിരിക്കുന്നത്. ഉദ്ദേശമുള്ളവൻ, വേണ്ടുകയുള്ളവൻ എന്ന് വെച്ചാൽ യാദൃച്ഛികമായി അങ്ങ് ഉണ്ടായി പോയതല്ല. ഈ കാണുന്ന പ്രപഞ്ചവും സർവവും അള്ളാഹുവിന്റെ സൃഷ്ടികൾ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹു വിചാരിച്ചുകൊണ്ട്, അറിഞ്ഞുകൊണ്ടും വിചാരത്തോടു കൂടി വേണം, അതുണ്ടാകണം എന്ന് അള്ളാഹു തീരുമാനിച്ച് ചെയ്ത കാര്യമാണ്. അപ്പൊ തീരുമാനമുള്ളവൻ, വേണ്ടുകയുള്ളവൻ, ഉദ്ദേശമുള്ളവൻ, അതാണ് ഇറാദ എന്ന് പറയുന്നത്. അപ്പൊ ശക്തി ഉള്ളവൻ അതേപോലെ തന്നെ വേണ്ടുകയുള്ളവനാണ്. ഒന്നും അള്ളാഹുവിൽ നിന്ന് യാദൃച്ഛികമായി ഉണ്ടായി പോവുകയില്ല. അറിഞ്ഞുകൊണ്ട്, വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്നവനാണ്. അതാണ് ഇറാദ. അറാദ എന്ന് പറഞ്ഞാൽ വിചാരിച്ചു എന്നാണ്. അപ്പൊ ഇറാദ എന്ന് പറഞ്ഞാൽ നമ്മൾ സാറിന് വേണ്ടുക, ഉദ്ദേശത്തോടെ ചെയ്തവനാണ് എല്ലാ കാര്യങ്ങളും. സാധാരണ മനുഷ്യരൊക്കെ ഒരു കാര്യം ചെയ്യുമ്പോൾ വിചാരിച്ചതല്ല സംഭവിച്ചത്, വിചാരിക്കാതെ ഇപ്രകാരം സംഭവിച്ചു എന്നൊക്കെ പറയാറില്ലേ? അവൻ വിചാരിച്ചത് ഒന്നായിരുന്നു, സംഭവിച്ചു മറ്റൊന്നായി പോയി. അപ്പൊ അള്ളാഹുവിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എല്ലാ കാര്യങ്ങളും അവൻ വിചാരിച്ചത് എങ്ങനെയാണോ അതേപോലെയാണ് സംഭവിപ്പിക്കുന്നത്. അതിൽ യാതൊരു വ്യത്യാസവും അല്പവും ഒരു നിലയിലും സംഭവിക്കില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ലോകത്ത് നടക്കുന്ന സർവ്വ കാര്യങ്ങളും, അള്ളാഹു സൃഷ്ടിച്ച സർവ്വ വസ്തുക്കളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇറാദ. അപ്പോ ഹയാത്ത്, ഇൽമ്, ഖുദ്റത്ത്, ഇറാദത്ത്. അടുത്തതാണ് സമഅ്. അള്ളാഹു കേൾവിയുള്ളവനാണ്. നടക്കുന്ന മുഴുവൻ എല്ലാവരുടെയും കോടാനുകൂടി മനുഷ്യരുടെയും ജന്തുക്കളുടെയും ശബ്ദങ്ങൾ അള്ളാഹുവിന് കലർന്നു പോവുകയില്ല. എല്ലാം അറിയുന്നവനാണ്, എല്ലാം കേൾക്കുന്നവനാണ്. നമ്മുടെ മനസ്സുകളിൽ നമ്മൾ ചിന്തിക്കുന്ന കാര്യം അറിയുന്നു, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു. കേട്ടറിയുന്നവനാണ് അള്ളാഹു. അതാണ് എന്ന് പറയുന്നത്. കേൾവിയുള്ളവൻ. അവന് ശരീരമില്ല എന്ന് നമ്മൾക്കറിയാം. ഇപ്പൊ ചെവി കൊണ്ടല്ല കേൾക്കുന്നത്. കേൾവി എന്ന ശക്തി അള്ളാഹുവിനുണ്ട്. നമ്മൾക്ക് അള്ളാഹു താല ചെവി തന്ന് ചെവി കൊണ്ട് കേൾപ്പിക്കുന്നു, അള്ളാഹു അല്ലാതെ കേൾക്കുന്നു. പിന്നെ ബസർ, കാഴ്ച, എല്ലാം കാണുന്നവനാണ്. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളുടെ ഉള്ളും പുറവും മുഴുവനും അള്ളാഹു കാണുന്നു. പിന്നെ അടുത്തതാണ് കലാം, സംസാരം. മനസ്സിൽ അള്ളാഹുവിന്റെ ദാത്തിൽ അള്ളാഹുവിന്റെ സംഭാഷണമുണ്ട്. എന്താണ് നടക്കേണ്ടത് എന്ന് മലക്കുകൾക്ക് നിർദ്ദേശം കൊടുക്കുന്നു, നബിമാരെ അറിയിക്കുന്നു. നമ്മളൊരു കാര്യം സംസാരിക്കുന്നതിന് മുമ്പ്, വെളിയിലേക്ക് പറയുന്നതിന് മുമ്പ് നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ രൂപപ്പെടുന്നില്ലേ? അപ്പൊ അതാണ് മനസ്സിലുള്ള കലാം. അപ്പൊ അള്ളാഹുവിനും അങ്ങനെ തന്നെയുണ്ട്. ഇതെല്ലാം അള്ളാഹുവിന്റെ പൂർണ്ണതയുടെ വിശേഷണങ്ങളാണ്. അപ്പൊ ആകെ 7 സിഫത്തുകളാണ് മെയിനായിട്ട് നമ്മുടെ ഗ്രന്ഥങ്ങളിൽ. ഹയാത്ത്, ഇൽമ്, ഖുദ്റത്ത്, ഇറാദത്ത്, സമഅ്, ബസർ, കലാം. ആർക്കെങ്കിലും അതായത് പറയാൻ പറ്റുമോ? ഹയാത്ത്, ഇൽമ്, ഖുദ്റത്ത്, ഇറാദത്ത്, സമഅ്, ബസർ, കലാം. ഒന്നുകൂടി പറയാം. ഹയാത്ത് അല്ലേ? രണ്ടാമത്തേത് ഇൽമ്, അറിവ്. 3 കഴിവ്, ഖുദ്റത്ത്. പിന്നെ ഇറാദത്ത്, വേണ്ടുകയോടുകൂടി ചെയ്യുക, ഉദ്ദേശമുള്ളവൻ. പിന്നെ സമഅ്, പിന്നെ അടുത്തത് ബസർ, പിന്നെ കലാം. ആകെ 7 വിശേഷണങ്ങളാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അടുത്തതായി അള്ളാഹുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട്. അതിലൊന്ന് അള്ളാഹു ഏകനാണ്, അല്ലേ? വാഹിദ, ഏകൻ.
അള്ളാഹുവിനെ പോലെ മറ്റൊരാൾ ഇല്ല. ഇന്നല്ലാഹു ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹുവിനോട് ഒപ്പം മറ്റൊരു ഇലാഹുണ്ട്, സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുക, അല്ലെങ്കിൽ മറ്റൊരു ആരാധനയ്ക്ക് അർഹൻ ഉണ്ട് എന്ന് വിശ്വസിക്കുക, ഇതെല്ലാം ഷിർക്കാണ്, പങ്കാക്കലാണ്. അങ്ങനെ പങ്കുകാരനില്ല എന്ന് വിശ്വസിക്കുക. ലാ ശരീക ലഹു, അവന് പങ്കുകാരനില്ല, അവന് തുല്യമായവനില്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞില്ല, ലൈസ കമിസ്ലിഹി ഷൈഉൻ വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഇതെല്ലാം എന്താണ്? അള്ളാഹുവിന് സമനില്ല, അള്ളാഹുവിന് തുല്യമായവനില്ല, അള്ളാഹുവിനെ പോലുള്ളവനില്ല. അപ്പൊ അള്ളാഹു മാത്രം, അവൻ ഏകനാണ്. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തൗഹീദ്. മറ്റെല്ലാ മതങ്ങളിലും അള്ളാഹു ഒന്ന് എന്നുള്ള സങ്കല്പത്തിന് അപ്പുറത്തുള്ള സങ്കല്പങ്ങളാണ്. ക്രിസ്ത്യാനികളാണെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ത്രിയേകത്വം, അല്ലെ, ഈ വിശ്വാസം വിശ്വസിക്കുന്നവരാണ്. അതേപോലെ അഗ്നി ആരാധകരുണ്ട്, മജൂസികൾ എന്ന് പറയും. ഇവിടെ നമ്മൾ ഫാരിസികൾ എന്നൊക്കെയാണ് പറയുന്നത്, അല്ലെ, ഫാരിസി വർഗം ഇന്ത്യയിലൊക്കെ ഉണ്ട്. പേർഷ്യൻ, പഴയ പേർഷ്യൻകാരാണ് ഒരു ഫാരിസികൾ എന്ന് പറയും. അപ്പൊ അവർ അഗ്നി ആരാധകരാണ്, തീ ആരാധിക്കുന്നവരാണ്. അവർ രണ്ട് ദൈവങ്ങളാണ്, നന്മയെ സൃഷ്ടിക്കുന്ന ദൈവവും തിന്മയെ സൃഷ്ടിക്കുന്ന ദൈവവും, രണ്ട് ദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരാണ്. പിന്നെ നമ്മളുടെ ഹിന്ദു വിഭാഗമാണെങ്കിൽ 33 കോടി ദൈവങ്ങൾ എന്ന് പച്ചയായി പറയുന്നവർ, അല്ലെ. ഒരു ദൈവം എന്ന സങ്കല്പത്തെ അവർക്ക് ഉൾക്കൊള്ളാനേ കഴിയില്ല. അവരതിനെ ഒരുപാട് ദൈവങ്ങൾ, അവതാരങ്ങൾ, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായി കാണാം. പക്ഷെ അതെല്ലാം അള്ളാഹു അംഗീകരിക്കാത്ത, അള്ളാഹു കൽപ്പിക്കാത്ത തോന്നിയവാസങ്ങളാണ്. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധ്യനേ ഇല്ല. അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, ഏകനാണ് അള്ളാഹു. ഹുവൽ വാഹിദുൽ ഖഹാർ, അവൻ വാഹിദാണ്, ഏകനാണ്, സർവാധിപതിയാണ്, സർവ്വതിനെയും നിയന്ത്രിക്കുന്ന, ആരുടെയും ആവശ്യമില്ലാത്ത, സഹായിയുടെ, സന്താനത്തിന്റെ, ഭാര്യയുടെ, കൂട്ടുകാരുടെ, മന്ത്രിയുടെ, ഉപദേശകരുടെ ഒന്നും ആവശ്യമില്ലാത്തവനാണ് അല്ലാഹു തആല. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. സൂറത്തെ അംബിയ 22. ഈ ആകാശ ഭൂമിയിൽ കൂടുതൽ ദൈവങ്ങൾ, ആരാധ്യരുണ്ടായിരുന്നുവെങ്കിൽ, ഒന്നിലധികം ആരാധനയ്ക്ക് അർഹതയുള്ളവർ ഉണ്ടായിരുന്നുവെങ്കിൽ, ഈ സൃഷ്ടി നടത്തുന്ന ഒന്നിലധികം ആൾക്കാർ ഉണ്ടായിരുന്നുവെങ്കിൽ, സൃഷ്ടാവ് മാത്രമാണ് ആരാധനയ്ക്ക് അർഹതയുള്ളൂ. സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആളാണ് ആരാധനയ്ക്ക് അർഹതയുള്ളവനാകുന്നത്. അപ്പൊ സൃഷ്ടിപ്പും പരിപാലനവും നടത്തുന്ന പലരുണ്ടായിരുന്നുവെങ്കിൽ ഈ ആകാശഭൂമികളെല്ലാം തകർന്നു പോയേനെ, അത് നിലനിൽക്കുമായിരുന്നില്ല. സംഘർഷമുണ്ടാകും, അതെല്ലാം തകർന്നു പോകും. ഉണ്ടെങ്കിൽ തകരും, ഇല്ലാത്തതുണ്ടാവുകയില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ഒരു നാട്ടിൽ തന്നെ ഒരു വിഷയത്തിൽ തന്നെ രണ്ട് നേതാക്കളുണ്ടായാൽ ഭിന്നിപ്പും പ്രശ്നങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ്. അല്ലാഹു തആല പറയാണ്, അങ്ങനെയായിരുന്നുവെങ്കിൽ ഇതൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അള്ളാഹു ഏകൻ മാത്രമാണ്. ഒന്നിലധികം ദൈവങ്ങളുണ്ടെങ്കിൽ പല സങ്കല്പങ്ങളുണ്ട്. ഗ്രന്ഥങ്ങളെല്ലാം ദീർഘമായി ചർച്ചയുണ്ട്. എങ്ങനെയാണത് രണ്ടും ഉണ്ടാകാൻ പാടില്ലാത്തത് എന്നുള്ളതിന്റെ സ്ഥിരീകരണമൊക്കെ ഉണ്ട്. നമ്മൾക്ക് അള്ളാഹുവിന്റെ വചനം തന്നെ മതി. ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദതാ. അപ്പൊ ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞത്, അല്ലേ. അള്ളാഹുവിനെ പോലെ മറ്റാരുമില്ല, അള്ളാഹുവിന്റെ ഗുണങ്ങളുള്ള മറ്റാരുമില്ല, അള്ളാഹുവിനെ പോലെ ആരാധനയ്ക്ക് അർഹതയുള്ളവനായി മറ്റാരുമില്ല. ഇതെല്ലാം തൗഹീദിന്റെ ഭാഗമാണ്. അള്ളാഹുവിന് സമമായ ആരുമില്ല, അള്ളാഹുവിന്റെ ഗുണങ്ങൾ മറ്റാരിലുമില്ല. അതേപോലെ അള്ളാഹുവിനെ പോലെ ആരാധനയ്ക്ക് അർഹതയുള്ളവൻ മറ്റാരുമില്ല. ഇവിടെ തൗഹീദിനെ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. തൗഹീദ് ഫിൽ ഉലൂഹിയത്ത്, തൗഹീദ് ഫിർ റുബൂബിയത്ത്.
ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് അർഹത എന്നാണ്. അപ്പോൾ ആരാധനയ്ക്ക് അർഹതയിൽ ഏകത്വം. മറ്റാരും ആരാധനയ്ക്ക് അർഹതയുള്ളവരല്ല. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അള്ളാഹുവിനെ നിഷ്കളങ്കമായി ചൊവ്വായി നിന്നുകൊണ്ട് ആരാധിക്കുവാനല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എല്ലാവരോടും കൽപ്പിക്കപ്പെട്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതിനാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നമസ്കാരവും എൻ്റെ എല്ലാ ആരാധനകളും എൻ്റെ ജീവിതവും മരണവും സർവലോക പരിപാലകനായ സൃഷ്ടാവായ പരിപാലകനായ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് നീ പറയുക. ലാ ശരീക ലഹു, അവന് പങ്കുകാരേ ഇല്ല. വബിദാലിക ഉമിർതു, അതാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടത്. വാന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ വിശ്വാസികളിൽ ഒന്നാമനാണ്. കൽപ്പിക്കപ്പെട്ടത് അതേപടി നിർവഹിക്കുന്ന ഒന്നാമത്തെ വ്യക്തിയാണ് ഞാൻ എന്ന് താങ്കൾ പറയുക. പ്രവാചകനോട് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. ഖുൽ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന അവ്വലുൽ മുസ്ലിമീൻ. അപ്പൊ ആരാധനയ്ക്ക് അർഹത അള്ളാഹുവിന് മാത്രമാണ്. സനാതന ധർമ്മികളും ആര്യസമാജക്കാരും ക്രൈസ്തവരും മജൂസികളും ഒക്കെ ഇതിൽ നിന്ന് വിട്ടുപോയവരാണ്. അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാത്തവരാണ്. പിന്നെ ഇന്നുള്ള ജൂതന്മാർ ഏകദൈവ വിശ്വാസികളാണ്. പക്ഷേ പ്രവാചകനിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് അവർ കാലാകാല നരകത്തിന് അർഹരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിക്കാതെ രക്ഷയില്ല. അതേപോലെ മുഴുവൻ നബിമാരുടെയും വിശ്വസിക്കണം. അവർ ഈസാ നബിയെ വിശ്വസിക്കുന്നില്ല. ജാരസന്ധി എന്നാണ് ജൂതന്മാർ ഈസാ നബിയെ സംബന്ധിച്ച് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളാണ്. ഇന്ന് പിശാചിനെ ആരാധിക്കുന്നവർ പോലും പാശ്ചാത്യ ലോകത്ത് പിശാചിന്റെ ആരാധകർ. അപ്പൊ ഈ നിലയിൽ വൈവിധ്യങ്ങളും തോന്നിവാസങ്ങളും തെമ്മാടിത്തരങ്ങളൊക്കെയാണ് ഈ വിഷയത്തില്, ആരാധനയുടെ വിഷയത്തില് കൈക്കൊണ്ടിട്ടുള്ളത്. ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാധനയ്ക്ക് അർഹത എന്ന് പറയുമ്പോൾ ആരാധന ഏതാണെന്ന് അറിയണ്ടേ? നമ്മള് നമസ്കാരം ആരാധനയാണ്, ഒരു മനുഷ്യന്റെ പൂർണ്ണമായ സമർപ്പണം പ്രഖ്യാപിക്കുന്ന അതിനുവേണ്ടി അള്ളാഹു നിശ്ചയിച്ചു തന്ന പ്രവർത്തികളാണ് ആരാധന എന്ന് പറയുന്നത്. തന്റെ അടിമത്വം പ്രകടിപ്പിക്കാനായി, അങ്ങേ അറ്റത്തെ വിധേയത്വം പ്രകടിപ്പിക്കാനായി അള്ളാഹു താല നിശ്ചയിച്ചു തന്ന പ്രവർത്തനങ്ങളാണ് ആരാധന എന്ന് പറയുന്നത്. അതിലൊന്നാണ് നമസ്കാരം. ഇന്ന സ്വലാത്തി വനുസുക്കി, നമസ്കാരം. അപ്പൊ നമസ്കരിക്കുക നമുക്കറിയാം, സലാം കൊണ്ട് ആരംഭിച്ച് തക്ബീർ കൊണ്ട് ആരംഭിച്ച് സലാം കൊണ്ട് അവസാനിപ്പിക്കുന്ന ആ പ്രവൃത്തികൾ. അള്ളാഹുവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു, ദിക്ർ ചെയ്യുന്നു, അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നു. അപ്പൊ നമസ്കാരം ഒരു ആരാധനയാണ്. അതേപോലെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മൃഗത്തെ അറക്കുക എന്നുള്ളത്, ഖുർബാനി, ഉളുഹിയ, ഇതൊരു ആരാധനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന, അത് നാം ശിരസാവഹിക്കുന്നു. അതേപോലെ കാബാലയത്തിൽ തവാഫ് ചെയ്യുന്നു, ഹജ്ജ് ആരാധനയാണ്. അത് നമ്മളോട് അനുഷ്ഠിക്കാൻ പറഞ്ഞു, നമ്മൾ ചെയ്യുകയാണ്, അനുസരിക്കുന്നു. ഇതാണ് അള്ളാഹു പറഞ്ഞു. അള്ളാഹുവിന്റെ അനുസരണയ്ക്കായി ഈ കാര്യം ചെയ്യുക. അതേപോലെ സക്കാത്ത്, സമ്പത്തിന്റെ ഒരു ഭാഗം സാധുക്കൾക്ക് കൊടുക്കുക, ആരാധനയാണ്. അതേപോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്, സഹായം തേടുക എന്നുള്ളത് ആരാധനയാണ്. കാര്യകാരണ ബന്ധങ്ങളുടെ ഉള്ളിലുള്ള നമ്മൾ സഹായം തേടുക എന്നുള്ളത് ആരാധനയല്ല. ഒരാളോട് 100 രൂപ വായ്പ ചോദിച്ചു, കടം ചോദിക്കുന്നു, വീഴാൻ പോകുമ്പോൾ ഒന്ന് രക്ഷിക്കണേ, പിടിക്കണേ എന്ന് പറയുക. നദിയിൽ മുങ്ങിപ്പോകുമ്പോൾ സഹായിക്കണേ എന്ന് വിളിച്ചു പറയുക. അതേപോലെ ഒരുപാട് സഹായങ്ങൾ, ആഹാരം കൊടുത്ത് സഹായിക്കുന്നു, പൈസ കൊടുത്ത് സഹായിക്കുന്നു, ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്,
പല നിലയിൽ മനുഷ്യനും ഒക്കെ പരസ്പരം സഹായിക്കാറുണ്ട്. അതിനുള്ള ശക്തിയും ശേഷിയും തരികയും അങ്ങനെ സഹായിക്കണമെന്ന് അള്ളാഹു പറഞ്ഞതുകൊണ്ടാണ്. ഇതിനപ്പുറത്തുള്ള സഹായങ്ങൾ, സന്താന സൗഭാഗ്യം, അള്ളാഹു സന്താനം തരയണമേ എന്ന് പറയുക, അല്ലെ, ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ അള്ളാഹു വെച്ചിരിക്കുന്ന സഹായങ്ങൾ. ഇപ്പോ രോഗം വന്നാൽ ഡോക്ടറെ സമീപിക്കുക എന്നുള്ളത് ഒരു കാരണവുമായി ബന്ധപ്പെട്ടതാണ്. രോഗം മാറ്റുക, അത് ഡോക്ടറോട് നമ്മൾ പോയി രോഗമാണ് ഇതിന് മരുന്ന് തരണമെന്ന് പറയുന്നത് കാര്യകാര്യ ബന്ധങ്ങളുടെ കീഴിലുള്ള സഹായം തരുക. അപ്പൊ ഇതെല്ലാം ഉചിതമാണ്. അതിനപ്പുറത്ത് അങ്ങനെ ബന്ധിതമല്ലാത്ത, കാര്യകാരണമായി അള്ളാഹു ബന്ധിപ്പിച്ചിട്ടില്ലാത്ത കാര്യങ്ങളിൽ മറ്റാരോടും സഹായം തേടാൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രം. അതാണ് ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം സഹായം തേടുന്നു. അപ്പൊ ഇതൊരു ആരാധനയാണ്, പ്രാർത്ഥന ആരാധനയാണ്. അദ്ദുആ മുഖുൽ ഇബാദ, ആരാധനകളുടെ കഴമ്പാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എല്ലാ ആരാധനകളും പ്രാർത്ഥനയാണ്. അതേപോലെ പ്രാർത്ഥനയും ഏറ്റവും ഉയർന്ന ആരാധനയാണ്. നമ്മൾ നമസ്കരിക്കുന്നതിലൂടെയും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? അള്ളാഹുവിന്റെ തൃപ്തി കിട്ടി എൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എനിക്ക് പൂർത്തീകരിച്ചു തരണം, എൻ്റെ ദുന്യാവും ആഖിറവും അള്ളാഹു സന്തോഷത്തിലാക്കണം, അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ. ഇങ്ങനെ ഓരോ ആരാധനകളിലും നാം എന്താണ് ആഗ്രഹിക്കുന്നത്? നമ്മളുടെ എല്ലാ സൗഭാഗ്യങ്ങളും നമ്മൾക്ക് അള്ളാഹു തന്ന്, അള്ളാഹു നമ്മളെ സംരക്ഷിച്ച് സഹായിച്ച് ദുന്യാവിന്റെയും ആഖിറത്തിന്റെയും കാര്യങ്ങൾ ശരിയാക്കി തരണമെന്നാണ്. അപ്പൊ അതാണ് ആരാധനകളെല്ലാം. എല്ലാ ആരാധനകളും എന്താണ്? പ്രാർത്ഥനയാണ്. അപ്പൊ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ആരാധന. അല്ലെ, നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ ആവശ്യം നൽകുന്നവനായ, എല്ലാ കാര്യങ്ങളുടെയും സൃഷ്ടാവായ അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ആരാധനയാണ്. അതപ്പോ മറ്റാരോടും പാടില്ല. ഫദ്ഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ വലാ തദ്ഉ മഅല്ലാഹി അഹദ വലാ തദ്ഉ മിൻ ദൂനില്ലാഹി മാ ലാ യൻഫഉക വലാ യദുറുക. നിനക്ക് ഉപകാരോപദ്രവങ്ങൾ ചെയ്യാത്ത അല്ലാഹു അല്ലാത്ത വസ്തുക്കളെ നീ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അപ്പൊ ഈ സർവ ആരാധനകളായിട്ടുള്ള എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യുക, അല്ലെ, അള്ളാഹുവിന് വേണ്ടി മാത്രമാണ്. ലാ തസ്ജുദൂ ലിശംസി വലാ ലിൽ ഖമർ, സൂര്യന് വേണ്ടിയും ചന്ദ്രന് വേണ്ടിയും നിങ്ങൾ സുജൂദ് ചെയ്യരുത്. വസ്ജുദൂ ലില്ലാഹില്ലദീ ഖലഖഹുന്ന, അവകളെല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന് നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുക, സുജൂദ് ചെയ്യുക. അതേപോലെ കാവൽ തേടുക, പ്രയാസങ്ങൾ പ്രതിസന്ധികളിൽ നിന്ന് കാവൽ, ഇതെല്ലാം അള്ളാഹുവിനോടാണ്. ഫസ്തഈദ് ബില്ലാഹ്, അള്ളാഹുവിനോട് നീ നാശങ്ങളിൽ നിന്ന് കാവലിനെ തേടുക. അതേപോലെ ഭരമേൽപ്പിക്കൽ, ഇതെല്ലാം ആരാധനയാണ്. അസ്ബാബുകൾക്കപ്പുറത്ത് കാര്യകാരണ ബന്ധമില്ലാത്ത വസ്തുക്കൾ, അതിലൊക്കെ അള്ളാഹുവിലായിരിക്കണം സർവ്വതിലും ഭരമേൽപ്പിക്കേണ്ടത്. കാര്യകാരണ ബന്ധിതമായ വിഷയമാണെങ്കിലും അവിടെയും അള്ളാഹുവിലാണ് ഭരമേൽപ്പിക്കേണ്ടത്. മരുന്ന് കഴിക്കുന്നു, അള്ളാഹുവാണ് രോഗം മാറ്റുന്നവനെന്ന് വിശ്വസിച്ചുകൊണ്ട് വേണം അത് ചെയ്യാൻ. അപ്പൊ കാര്യകാരണമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ പോലും അതിനെ ഫലവത്താക്കുന്നത് അള്ളാഹുവാണെന്നുള്ള വിശ്വാസം, തവക്കുൽ. വേറെ ആരിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, തവക്കുൽ ചെയ്യാൻ പറ്റില്ല. വഅലല്ലാഹി ഫതവക്കലു, നിങ്ങൾ അള്ളാഹുവിൽ മാത്രം ഭരമേൽപ്പിക്കൂ. നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും കാര്യകാരണ ബന്ധിതമോ അല്ലാത്തതോ എന്തുമാവട്ടെ, സർവ കാര്യങ്ങളും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. കാരണം അള്ളാഹുവാണ് അത് പൂർത്തീകരിക്കേണ്ടവൻ, മറ്റാർക്കും അതിന് സാധ്യമല്ല. അതേപോലെ അതിപ്പോ ഞാൻ പറഞ്ഞത് തൗഹീദ് ഫിൽ ഉലൂഹിയ്യത്ത്, ആരാധനയ്ക്ക് അർഹത അള്ളാഹുവിനാണ്. ആരാധനകൾ മുഴുവൻ അള്ളാഹുവിന് വേണ്ടി മാത്രമേ പാടുള്ളൂ. പിന്നെ അടുത്തതാണ് തൗഹീദ് റുബൂബിയ്യത്ത്, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ ഏകത്വം. ലോകത്തുള്ള സർവ സൃഷ്ടികളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് ആഹാരം നൽകി അതിനെ കൊണ്ടുപോകുന്ന കാര്യം നിർവഹിക്കുന്നത് അള്ളാഹു മാത്രം, മറ്റാർക്കും അതിൽ യാതൊരു പങ്കുമില്ല. അലാ ലഹുൽ ഖൽഖു വൽ അംറു തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, സൃഷ്ടിപ്പും നടത്തിപ്പും അള്ളാഹുവിന് മാത്രമാണ്.
സർവലോക സംരക്ഷകൻ പരിപാലകനായ അള്ളാഹു തബാറക് അനുഗ്രഹീതനായിരിക്കുന്നു, നന്മ നിറഞ്ഞവനായിരിക്കുന്നു. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈ, സർവ്വതിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ അള്ളാഹുവാൻ. വഹു അലാ കുല്ലി ഷൈഇൻ വക്കീൽ, എല്ലാ കാര്യങ്ങളെയും നിർവഹിക്കുന്നവനാണ്, നോക്കി നടത്തുന്നവനാണ്, അതിന്റെ എല്ലാം പരിപാലകനാണ് അല്ലാഹു തആല. യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അവൻ വിചാരിക്കുന്നവർക്ക് ഉപജീവനത്തെ വിശാലമാക്കുകയും വിചാരിക്കുന്നവർക്ക് അവൻ ഉപജീവനത്തെ എടുക്കുകയും ചെയ്യുന്നു. ഇന്നഹു ബികുല്ലി ഷൈഇൻ അലീം, അവൻ സർവ്വതിനെയും അറിയുന്നവനാണ്. അവൻ സർവ്വ വസ്തുക്കളെയും ലോകത്തുള്ള മുഴുവനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് അവകളെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നവനാണ് അള്ളാഹു മാത്രം, അതിൽ പങ്കാളിത്വമില്ല. തൗഹീദ് ഫിൽ ഉലൂഹിയ്യത്ത്, തൗഹീദ് ഫിർ റുബൂബിയ്യത്ത്, ഇത് രണ്ടും നമ്മൾ അംഗീകരിക്കണം. അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ ഉണ്ടാകേണ്ട വിശ്വാസ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അള്ളാഹു ഹയ്യാണ്, അള്ളാഹു അറിവുള്ളവനാണ്, അള്ളാഹു സർവശക്തനാണ്, അള്ളാഹു വേണ്ടുകയുള്ളവനാണ്, അള്ളാഹു എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, അള്ളാഹു സംസാരിക്കുന്നവനാണ്, അള്ളാഹു മാത്രമാണ് ആരാധനയ്ക്ക് അർഹതയും അതേപോലെ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും അള്ളാഹു മാത്രമാണ് വാഹിദ്. പിന്നെ സിഫാത്തുകൾ എന്ന് പറയുന്നത് രണ്ടായിട്ട് വേർതിരിക്കുന്നുണ്ട്. സിഫാത്തെ ദാത്തിയ, സിഫാത്തെ ഫേലിയ. സിഫാത്തെ ദാത്തിയ എന്ന് പറഞ്ഞതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഹയാത്ത്, ഇൽമ, ഖുദ്റത്ത്, ഇറാദത്ത്, സംഅ, ബസറ, കലാം. പിന്നെ അള്ളാഹുവിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട വിശേഷണങ്ങൾ സിഫാത്തെ ഫിഅലിയ. മറ്റേ അള്ളാഹുവിന്റെ സത്തയിൽ നിലനിൽക്കുന്ന എന്നെന്നുമുള്ള ഒരിക്കലും ഇല്ലാതാകാൻ പറ്റാത്ത വിശേഷണങ്ങളെയാണ് സിഫാത്തെ ദാത്തിയ എന്ന് പറയുന്നത്. സത്തയിൽ ഉള്ള, ഒരിക്കലും അള്ളാഹുവിന്റെ ദാത്തിൽ നിന്ന് വിട്ടുമാറാൻ പറ്റാത്ത നിലനിൽക്കുന്ന അള്ളാഹുവിന്റെ ഗുണങ്ങൾ സിഫാത്തെ ദാത്തിയയാണ്. ഹയാത്ത്, ഇൽമ, ഖുദ്റത്ത്, ഇറാദത്ത്, സംഅ, ബസറ, കലാം. ഇനി അള്ളാഹുവിന്റെ പ്രവൃത്തികളുണ്ട്. ജീവിപ്പിക്കുക, മരിപ്പിക്കുക, അതേപോലെ സന്തോഷിക്കുക, കോപിക്കുക, ചിരിക്കുക, വരുക, ഇങ്ങനെ പ്രവൃത്തികൾ. അള്ളാഹുവിലെ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് പ്രത്യേക അർത്ഥങ്ങളുണ്ട്, എങ്കിലും അള്ളാഹുവിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണത്. വാസിഫത്തുകൾ ധാരാളമായിട്ടുണ്ട്. അള്ളാഹു സന്തോഷിക്കും, അള്ളാഹു കോപിക്കും, അള്ളാഹു ശിക്ഷിക്കും, അള്ളാഹു ജീവിപ്പിക്കും, അള്ളാഹു മരിപ്പിക്കും, അല്ലേ? അള്ളാഹു വളർത്തുന്നു, അല്ലെ? അള്ളാഹു നശിപ്പിക്കുന്നു, ഇതെല്ലാം പറയുന്നില്ല. ഇതെല്ലാം അള്ളാഹിന്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെട്ടതാണ്, അള്ളാഹിന്റെ വിശേഷണങ്ങളാണ്. ഇങ്ങനെ സിഫാത്തെ ദാത്തിയ, സിഫാത്തെ ഫിഅലിയ എന്ന് അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. പിന്നെ ഇവിടെ പ്രാരംഭമായിട്ടുള്ള പഠനത്തിൽ വലിയ അത്യാവശ്യമില്ലാത്തതാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു കൈകൊണ്ട് പ്രവർത്തിക്കുന്നു, അള്ളാഹു ഇറങ്ങി വരുന്നു, അള്ളാഹു അർശിൽ ഉപവിഷ്ടനായിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അള്ളാഹുവിന് ശരീരമുള്ളതുപോലെ ഉള്ള പ്രയോഗങ്ങളാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞൊരു ചർച്ചയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ആ വിഷയങ്ങൾ പറയാം. ഇപ്പൊ നമ്മൾ തുടക്കമായതുകൊണ്ട് ആ വിഷയങ്ങൾ ചിലപ്പോൾ നമുക്ക് പ്രയാസകരമാകും. അതുകൊണ്ട് ഞാൻ ആ ചർച്ച ഇപ്പോൾ എടുക്കുന്നില്ല. അത് അഖീദയുടെ വിശ്വാസ ചർച്ചകൾ ചെയ്യുന്ന ഗ്രന്ഥങ്ങളുടെ ഒരു ഭാഗമാണ്. മുതശാബിഹാത്ത് എന്നാണ് പറയുക. മുതശാബിഹാത്ത്. അതിന്റെ കൃത്യമായ ആശയം നമ്മൾക്ക് അറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള അള്ളാഹുവിലേക്ക് ചേർത്ത് അത്തരം വിഷയങ്ങളെ നമ്മൾ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് എന്ന് ഒരു ചർച്ച വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഇൻഷാ അല്ലാഹ് പിന്നീടാവാം. പിന്നെ അള്ളാഹുവിന്റെ ഏകത്വത്തെ പറ്റിയുള്ള വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ്? അള്ളാഹു ഏകനാണെന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ വളരെ ശക്തമായി സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. ഏറ്റവും വലിയ പ്രയോജനം മനുഷ്യരെ എല്ലാവരെയും സമന്മാരായി കാണുന്നു. എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്.
ഉച്ചനീചത്വം, മനുഷ്യനിൽ താഴ്ന്നവർ ഉയർന്നവർ എന്ന ആ സങ്കല്പത്തെ പൂർണ്ണമായി നിരാകരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യരോട് കരുണ ചെയ്യുവാനും ഉപകാരം ചെയ്യുവാനും നന്മ ചെയ്യുവാനും എല്ലാം ഒരേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. എൻ്റെ സൃഷ്ടാവിൻ്റെ, എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവൻ്റെ തന്നെ സൃഷ്ടികളാണ് എല്ലാവരും എന്നുള്ള ആ ചിന്ത. അൽ ഖൽഖു ഇയാലുല്ലാ, സൃഷ്ടികൾ അഖിലവും അള്ളാഹുവിൻ്റെ കുടുംബമാണ്. എന്ന് വെച്ചാൽ അള്ളാഹു സൃഷ്ടിച്ചവകളാണ്. അതേപോലെ മനുഷ്യന്റെ സൗന്ദര്യം, വൈകല്യം, സാമ്പത്തികം, ദാരിദ്ര്യം, ഇതിന്റെ പേരിൽ ഒന്നും ആരെയും താഴ്ത്താനോ അവഗണിക്കാനോ ഒന്നും സാധിക്കില്ല. എല്ലാം നൽകിയത് അള്ളാഹുവാണ്. എല്ലാത്തിനും എല്ലാ അവസ്ഥകളും സൃഷ്ടിച്ചിരിക്കുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹിക്മത്ത്, യുക്തിയുടെ തേട്ടം അനുസരിച്ചാണ് ഈ കാണുന്നതെല്ലാം ഉള്ളത്. ആ നിലയിൽ മനുഷ്യരെ തുല്യമായി കാണാനും ഒക്കെ നമ്മളെ പ്രേരിപ്പിക്കുന്നതും, മനുഷ്യന് ഉപകാരം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതും, നന്മകൾ ചെയ്യുന്നതിന് നമ്മളെ പ്രേരിപ്പിക്കുന്നതൊക്കെ അള്ളാഹു ഏകനാണ്, സൃഷ്ടിപ്പിൽ ഏകനാണ്. എല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്, നമ്മളും അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നുള്ള ചിന്തയാണ്. അപ്പൊ അവിടെ അഹങ്കാരമോ മറ്റുള്ളവരെ നിസ്സാരപ്പെടുത്താനോ ഒന്നും നമ്മൾക്ക് അവകാശമില്ല എന്ന് നമുക്ക് മനസ്സിലാവും. അല്ലെ, ഹിക്കാരത് കി നദർ സെ നഹി ദേഖ്താ തകബ്ബുർ മേ മുബ്തല നഹി ഹോത്താ. മനുഷ്യരിൽ ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ നിസ്സാരമായി കാണുകയില്ല, അതേപോലെ അഹങ്കരിക്കുകയുമില്ല. ഈ വിശ്വാസമുള്ളവർക്ക് അത് സാധിക്കുകയില്ല. ഏക് ഹി ഖുദാനെ തമാം മഖ്ലൂഖ് പൈദാ കിയ, ഒരേ അള്ളാഹുവാണ്, ഒരു അള്ളാഹുവാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ഇസി തര ഇൻസാൻ കെ അന്തർ യഖീൻ പൈദാ ഹോത്താ ഹൈ, മനുഷ്യന്റെ ഹൃദയങ്ങളിൽ ഉറപ്പുണ്ടാകും. മനുഷ്യർ മുഴുവനും ബറാബർ ഹെ, തുല്യമാണ്. ജന്മന ഒരാൾ വലുതോ ചെറുതോ, വലിയവനോ ചെറിയവനോ, സ്ഥാനമുള്ളവനോ മഹത്വമുള്ളവനോ നിസ്സാരനോ ഒന്നുമാകുന്നില്ല. അതുകൊണ്ട് ഇസ്ലാമിന്റെ വലിയൊരു കാഴ്ചപ്പാട്, അല്ലെ, അള്ളാഹുവിന്റെ ഏകത്വത്തെ അടിസ്ഥാനപ്പെടുത്തി മുഴുവൻ മനുഷ്യരും തുല്യമാണ് എന്ന്. ഈ ഉച്ചനീചത്വങ്ങൾ കൊണ്ട് നടക്കുന്ന വർഗത്തിന്, അല്ലെ, നമ്മളുടെ നമസ്കാരവും നമസ്കാരത്തിന്റെ സഫുകളിൽ വലിയവനും താഴ്ന്നവനും മന്ത്രിയും വേലക്കാരനും കൂലിക്കാരനും തൂത്തുവാരിയും അടിച്ചു വരുന്നവനും ഒക്കെ ഒരേ സഫിൽ നിന്ന് നമസ്കരിക്കുന്നത്, അല്ലെ, വലിയ അത്ഭുതമാണ്. ഇസ്ലാമിന്റെ പ്രത്യേകതയാണ്. അത് നമ്മളുടെ തൗഹീദിന്റെ, വിശ്വാസത്തിന്റെ സ്ഥാനത്തിൽ രൂപപ്പെട്ടിട്ടുള്ള നമ്മുടെ മാനസികാവസ്ഥയാണ്. എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിൽ തുല്യരാണ്, എല്ലാവരും അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അപ്പൊ അള്ളാഹുവിന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന കാര്യങ്ങൾ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി. ഇനി ഞാൻ പറഞ്ഞ ഇടയ്ക്ക് ഒരു വിഷയം, അല്ലെ, റഹ്മാൻ വലൽ അർശിസ്തവ, അള്ളാഹു അർഷിൽ ഉപവിഷ്ടനായി എന്ന് ഒക്കെ പറയുന്ന അത്തരത്തിലുള്ള മുതശാബിഹാത്തുകളായ അള്ളാഹുവിനെ സംബന്ധിച്ച് വന്ന വിശേഷണങ്ങളെ നാം എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് എന്നൊരു കാര്യമാണ് ബാക്കി ഇപ്പോൾ ഉള്ളത്. അത് ഇൻഷാ അല്ലാഹ് ഞാൻ വിചാരിക്കുന്നത് അടുത്ത ഏതെങ്കിലും ക്ലാസ്സിൽ പറയാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെയും കുറച്ച് കാര്യങ്ങളുണ്ട്. അള്ളാഹു ഖാലിഖാണ് എന്ന് പറയുമ്പോൾ, അല്ലെ, നമ്മളെന്താ ചെയ്യുന്നത്? ഓരോ വസ്തുക്കളുടെയും സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. അപ്പൊ അത് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ആമന്തു ബില്ലാഹി, അല്ലെ, നമ്മൾ എന്താണ് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ പറയുന്നത്? തഫ്സീൽ ഈമാൻ, അള്ളാഹുവിൽ ഞാൻ വിശ്വസിച്ചു. അപ്പൊ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞതിന്റെ വിശദീകരണങ്ങളാണ് നമ്മൾ ഇതുവരെയും കേട്ടത്. പിന്നെ അവിടെ ആമന്തു ബില്ലാഹി കഴിഞ്ഞ് വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പോവുകയാണല്ലോ, 6 കാര്യങ്ങൾ. അപ്പൊ അതിൽ ഇവിടെ രണ്ടാമതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന്റെ ദൂതന്മാരാണ്, പ്രവാചകന്മാർ, അംബിയ, നബിമാരിൽ വിശ്വസിക്കുന്നു. അള്ളാഹു താല പറയുന്നുണ്ട്, വമൻ യക്ഫുർ ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി ഫഖദ് ളല്ല ളലാലൻ ബഈദ.
ആരെങ്കിലും അള്ളാഹുവിനെ അവിശ്വസിച്ചാൽ, അവന്റെ മലക്കുകളെ അവിശ്വസിച്ചാൽ, അവന്റെ ഗ്രന്ഥങ്ങളെ അവിശ്വസിച്ചാൽ, അവന്റെ ദൂതന്മാരെ അവിശ്വസിച്ചാൽ, പരലോകത്തെ അന്ത്യദിനം പരലോകത്തെ കുറിച്ച് അവിശ്വസിച്ചാൽ, ഫഖദ് ളല്ല ളലാലൻ ബഈദ, അവൻ ബഹുദൂരം പിഴച്ചുപോയവനായി, സത്യത്തിൽ നിന്ന് വളരെ അകലെ ചെന്ന് പതിച്ചവനായി, വഴി കെട്ടവനായി, വഴി തെറ്റിയവനായി. അപ്പൊ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, അള്ളാഹുവിൽ വിശ്വസിക്കുക; രണ്ട്, മലക്കുകളിൽ വിശ്വസിക്കുക; അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുക; മുർസലുകളിൽ വിശ്വസിക്കുക; അതേപോലെ അന്ത്യദിനത്തിൽ വിശ്വസിക്കുക. അപ്പൊ ഏതായാലും നമ്മൾ രണ്ടാമതായി നമ്മുടെ ഇവിടെ ചർച്ച ചെയ്യേണ്ടത് മുർസലുകളുടെ വിശ്വാസമാണ്, അള്ളാഹുവിന്റെ ദൂതന്മാരുടെ വിശ്വാസം. അതേപോലെ മറ്റൊരായത്തിൽ കാണാം, വലാകിന്നൽ ബിർറ, നന്മ എന്ന് പറയുന്നത്, മൻ ആമന ബില്ലാഹി, നന്മ ചെയ്തവനാരാണ്? മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബി വൻ നബിയ്യീൻ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും അള്ളാഹുവിന്റെ ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും വിശ്വസിച്ചവരാണ്. അവരുടെ നന്മയാണ് നന്മ, അവരാണ് നന്മ ചെയ്തവർ. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കൽ നന്മ ചെയ്തവനാകണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങളിൽ വിശ്വസിച്ചേ പറ്റൂ. ഇപ്പൊ നബിമാരെ കുറിച്ച് എന്താണ് വിശ്വസിക്കേണ്ടത്? നബിമാരെ സംബന്ധിച്ച് എന്താണെന്നാണ് മനസ്സിലാക്കേണ്ടത്? ആ വിഷയങ്ങളാണ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാനുള്ളത്. അള്ളാഹുവിന്റെ സിഫാത്തുകളുമായി ബന്ധപ്പെട്ട കുറച്ച് ചർച്ചകൾ ബാക്കിയുണ്ട്. അത് ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി മുമ്പോട്ട് പോയിട്ട് നമ്മൾക്ക് ആ കാര്യം ഞാൻ തുടർച്ചയായിട്ട് പറയാം. ഇത് ഇനി അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾക്ക് അള്ളാഹുവിന്റെ നബിമാരെ കുറിച്ച് എന്താണ് വിശ്വസിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. പിന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. വേറെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടോ? നമ്മൾ ഇന്ന് പറഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യുക. വാട്സപ്പിൽ ചോദിച്ചാലും മതി. ഇപ്പോൾ ചോദിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾക്ക് അടുത്ത പാഠത്തിൽ കണ്ടുമുട്ടാം. അമ്പിയാക്കളെ കുറിച്ചുള്ള വിശ്വാസവും ബാക്കി മലക്കുകൾ, മുർസലുകൾ, അന്ത്യദിനം, ഇതൊക്കെയായി ബന്ധപ്പെട്ടുള്ള ഓരോ വിശ്വാസങ്ങൾ ഓരോ ക്ലാസ്സുകളിലായിട്ട്, അല്ലെങ്കിൽ ഒന്നിലധികം വിഷയങ്ങൾ ഒരു ക്ലാസ്സുകളിലായിട്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.